പാലക്കാട് IITയിലെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരം. കുട്ടിയുടെ തലയോട്ടിക്കാണ് പരിക്കേറ്റത്. ആക്രമണം നടന്ന സ്ഥലത്ത് CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. കുട്ടി നടന്നു പോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നും പുറത്തുനിന്ന് ആളുകൾ വന്ന് ആക്രമിക്കാൻ സാധ്യതയില്ല എന്നുമാണ് IIT അഡ്വൈസർ KM ഉണ്ണി പറയുന്നത്. പ്രീ പ്ലാൻഡ് ഇതായിട്ട് തോന്നുന്നില്ല. ഇതൊരു ആക്സിഡൻ്റലായിട്ട് നടന്ന ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. കുട്ടികൾ ഒരു ബാച്ചായിട്ട് പോവായിരുന്നു. ഈ കുട്ടി പിന്നിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീം ചെയ്തപ്പോൾ കുട്ടികളെല്ലാവരും ഓടി വന്ന് പിന്നെ അപ്പോഴേക്കും പിന്നെ ആരാ എന്താണെന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സ്റ്റേബിളാണ്, ഹെൽത്ത് വളരെ സ്റ്റേബിളാണ്. അല്ല, ഔട്ട്സൈഡറൊന്നും കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ആരറ്റാക്ക് ചെയ്തു അല്ല, ആരെങ്കിലും പിന്നെ ചിലപ്പോൾ ഉള്ളിലുള്ളവർ തന്നെ ആവാം. CCTV ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, റോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെയും സെക്യൂരിറ്റി പിന്നെ റോന്ത് ചുറ്റാനൊക്കെ ഉള്ള ഏർപ്പാട് ചെയ്യാൻ പോവുകയാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ഇതൊരു ആസൂത്രിത ആക്രമണമല്ല എന്ന് പറയുമ്പോൾ എന്താണ് പിന്നെ സംശയിക്കുന്നത്? പോലീസ് എന്ത് പറയുന്നു ഇക്ബാൽ? സ്മൃതി, ഇന്നലെ വൈകിട്ടാണ് പാലക്കാട് IITക്ക് അകത്ത് വെച്ച് ഈ ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അശ്വിനി കണ്ണന് ആക്രമണം ഉണ്ടാവുന്നത്. ഈ വിദ്യാർത്ഥി സഹപാഠികൾക്കൊപ്പം ഡൈനിങ് ഹാൾ പരിസരത്തേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് പിന്തുടർന്നെത്തിയ ഏതൊരു അജ്ഞാതൻ ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കുന്നത്. ഈ വിദ്യാർത്ഥിക്ക് തലയോട്ടിക്ക് പരിക്കേറ്റുണ്ട്. ഈ വിദ്യാർത്ഥി ഇപ്പോൾ കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തത്, പക്ഷേ പരിക്ക് ഗുരുതരമാണ്. കോളേജ് അധികൃതർ അല്ലെങ്കിൽ IIT അധികൃതർ പറയുന്നത് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണെന്ന് കരുതുന്നില്ല. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടക്കട്ടെ എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസിന് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. IIT ക്യാമ്പസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് അധികം ആളുകൾക്കൊന്നും അകത്തേക്ക് പ്രവേശിക്കാൻ യാതൊരു രീതി സാധ്യതയും ഇല്ലാത്ത ഒരു ക്യാമ്പസാണ്. ഈ ക്യാമ്പസിനകത്ത് CCTV ഇല്ലാത്ത ഒരു ഇടത്ത് വെച്ചാണ് ഈ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ആക്രമണം നടത്തിയിട്ടുള്ള വ്യക്തി പെട്ടെന്ന് തന്നെ ഈ മേഖലയിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ശബ്ദം കേട്ട് അവിടേക്ക് എത്തിയാണ് ഈ കുട്ടിയെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുകയും ചെയ്യുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ സംസാരിച്ചിരുന്നു. പാലക്കാട് SP തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തും. ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സംഭവം നടന്ന ഇടത്ത് പരിശോധന നടത്തുകയാണ്. കോളേജിലെ വിവിധ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉൾപ്പെടെ പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കോളേജ് അധികൃതർക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത്. കോളേജിനകത്ത് വെച്ച ഉള്ള ആരെങ്കിലും തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. പക്ഷേ പോലീസിന്റെ ഒരു കൃത്യമായിട്ട് അന്വേഷണ ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഇതിൽ നടത്താൻ കഴിയുകയുള്ളൂ. 11 വർഷത്തിനിടയിൽ ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പുറത്തുനിന്ന് ആർക്കും തന്നെ അകത്ത് കടക്കാൻ കഴിയാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കോളേജിലുണ്ട്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കോളേജ് അധികൃതരുമുള്ളത്. ഈ വിദ്യാർത്ഥിനി ഇന്നലെ രാത്രിയിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രാഥമികമായി ഒരു മൊഴി നൽകിയിരുന്നു. ആ മൊഴിയിൽ പറയുന്നത് ഒരു നീല വസ്ത്രം ധരിച്ചെത്തിയിട്ടുള്ള മുഴുനീള ഷർട്ട് ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയെന്നുള്ളതാണ്. പട്ടിക ഉപയോഗിച്ച് അല്ലെങ്കിൽ പട്ടിക പോലുള്ള മരത്തടി ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആരാണ് ഈ ഇത്തരത്തിലുള്ള ഈ നീല ഷർട്ട് ധരിച്ച് ഇന്നലെ ഈ ക്യാമ്പസിലേക്ക് എത്തിയ സംശയമുണ്ടാക്കുന്ന രീതിയിൽ എത്തിയിട്ടുള്ള വ്യക്തി എന്നുള്ള കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. ആദ്യഘട്ടത്തിൽ കസ്ബ പോലീസാണ് ഈ വിഷയം അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ പാലക്കാട് SP ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ IIT ക്യാമ്പസിലേക്ക് എത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.